കേട്ടോ, തകർക്കാൻ പോവാ. തകർക്കും മക്കളെ. All the best. Thank you. All the best. Thank you. All the best. All the best. Thank you. ചൂടും വയൽപ്പൂ, ഈ വയൽപ്പൂ. കിളിയെ കിളി കിളിയെ നീലാഞ്ചന പൈങ്കിളിയെ, ഈ കറുക വയൽ കുളിരു കൊയ്യാൻ നീ കൂടെ വാ. ആലി ചെറുപീലി അരത്താലി പൂച്ചൂടി, ആടുമിളം കതിരുന്നുള്ളാൻ നീ കൂടെ വാ. കിളിയെ കിളി കിളിയെ നീലാഞ്ചന പൈങ്കിളിയെ, ഈ കറുക വയൽ കുളിരു കൊയ്യാൻ നീ കൂടെ വാ. ചെറുപീലി അരത്താലി പൂച്ചൂടി, ആടുമിളം കതിരുന്നുള്ളാൻ നീ കൂടെ വാ. ഒളി കണ്ണാൽ എന്നെ നോക്കൂലേ, പൂക്കൂലേ എന്നെ പൂക്കൂലേ. ഒളി കണ്ണാൽ എന്നെ നോക്കൂലേ, പൂക്കൂലേ എന്നെ പൂക്കൂലേ. കിളിയെ കിളി കിളിയെ നീലാഞ്ചന പൈങ്കിളിയെ, ഈ കറുക വയൽ കുളിരു കൊയ്യാൻ നീ കൂടെ വാ. ആലി ചെറുപീലി അരത്താലി പൂച്ചൂടി, ആടുമിളം കതിരുന്നുള്ളാൻ നീ കൂടെ വാ. ഒളി കണ്ണാൽ എന്നെ നോക്കൂലേ, പൂക്കൂലേ എന്നെ പൂക്കൂലേ. ഒളി കണ്ണാൽ എന്നെ നോക്കൂലേ, പൂക്കൂലേ എന്നെ പൂക്കൂലേ. പൊൻതൂമ്പ കൊണ്ടാൽ മതിക്കും മണ്ണ്, പുഞ്ചയ്ക്ക് പൂമ്പാൽ ചുരത്തും മണ്ണ്. ഞാനെന്റെ സ്വപ്നം വിതയ്ക്കും മണ്ണ്, ആ പൊൻതൂമ്പ കൊണ്ടാൽ മതിക്കും മണ്ണ്. ആര് കൊയ്യും ആര് കൊയ്യും, ആര് ചൂടും ആര് ചൂടും വയൽപ്പൂ, ഈ വയൽപ്പൂ. കിളിയെ കിളി കിളിയെ നീലാഞ്ചന പൈകിളിയെ, ഈ കറുക വയൽ കുളിരു കൊയ്യാൻ നീ കൂടെ വാ. ആലി ചെറുപീലി അരത്താലി പൂച്ചൂടി, ആടുമിളം കതിരുന്നുള്ളാൻ നീ കൂടെ വാ. ഒളി കണ്ണാൽ എന്നെ നോക്കൂലേ, പൂക്കൂലേ എന്നെ പൂക്കൂലേ. ഒളി കണ്ണാൽ
മാത്രം വയൽ പൂ ഈ വയൽ പൂ കിളിയെ കിളിക്കിളിയെ നീലാഞ്ചന പൈങ്കിളിയെ ഈ കറുക വയൽ കുളിരു കൊയ്യാൻ നീ കൂടെ വാ ആലി ചെറുപീലി അരത്താലി പൂച്ചൂടി ആടുമിളം കതിരുന്നുള്ളാൻ നീ കൂടെ വാ കിളിയെ കിളിക്കിളിയെ നീലാഞ്ചന പൈങ്കിളിയെ ഈ കറുക വയൽ കുളിരു കൊയ്യാൻ നീ കൂടെ വാ ആലി ചെറുപീലി അരത്താലി പൂച്ചൂടി ആടുമിളം കതിരുന്നുള്ളാൻ നീ കൂടെ വാ ഒളി കണ്ണാൽ എന്നെ നോക്കൂലേ പൂക്കൂലേ എന്നെ പൂക്കൂലേ ഒളി കണ്ണാൽ എന്നെ നോക്കൂലേ പൂക്കൂലേ എന്നെ പൂക്കൂലേ ഹോ താങ്ക് യു ഋതിക എന്താ സർ നന്നായിട്ട് പാടി കേട്ടാ. നല്ല Thank you, രസമുണ്ടായിരുന്നു. ഓൾമോസ്റ്റ് ഓൾ ദ പ്ലേസസ് ഇറ്റ് വാസ് നൈസ് എക്സെപ്റ്റ് സർട്ടൺ പ്ലേസസ്. കുറച്ച് സ്ഥലങ്ങൾ നമ്മുടെ 2 പേര് വെച്ച് 2000 പേരുടെ എഫക്റ്റ് ആയിരുന്നു. താങ്ക് യു സർ തകർത്തല്ലേ രണ്ടുപേരും കൂടെ? ഗുഡ് ഗുഡ്. ചില സ്ഥലങ്ങളിൽ മാത്രം ഒരു ലേശം ശ്രുതിയുടെ ഒരു സംഭവം ഉണ്ടായിരുന്നു. അങ്ങനെ അത് മാത്രമേ ഉള്ളൂ, അല്ലാതെ വേറെ ടോട്ടലായിട്ടൊന്നും ഇല്ല. പക്ഷേ ഇത് ഒരു ഡ്യുവറ്റ് സോങ് ആണ് അല്ലേ? ഈ ഡ്യുവറ്റ് ഒറ്റയ്ക്ക് പാടുമ്പോഴത്തേക്ക് ദാസേട്ടൻ പാടിയിരിക്കുന്നതിനകത്ത് ഒരു ഇത്തിരി വിബ്രേറ്റം കൂടെ ഇട്ടിട്ടുണ്ട്. ആ ഹോ ഹോ അങ്ങനെ ഒരു ഇതുണ്ട്. മോള് പ്ലെയിൻ ആയിട്ട് വന്നു. ടോട്ടലി നല്ല ഓളം ഉണ്ടായിരുന്നു, ബ്യൂട്ടിഫുൾ ആയിരുന്നു. ഓർക്കസ്ട്ര വാസ് നൈസ്. ബട്ട് ഈ സോങ് എന്ന് പറയുമ്പോൾ ഒരു എന്താ പറയുന്നത്, അദ്ദേഹം ചെയ്തു വെച്ചിരിക്കുന്ന എന്തുമാത്രം വേരിയേഷൻസ് ആണ്. ബ്യൂട്ടിഫുൾ സെലക്ഷൻ, നന്നായിട്ട് പാടി. എക്സെപ്റ്റ് കുറച്ച് സ്ഥലങ്ങൾ കേട്ടോ, കുറച്ച് സ്ഥലങ്ങളൊരു ചെറിയ പ്രശ്നം ഉണ്ടായിരുന്നു. എന്തായാലും ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു സർ. മോളെ എന്താ നന്നായിട്ട് പാടിയതാ, നന്നായിട്ട് പാടി. ഇത് ഞാൻ ആലോചിച്ച അണ്ണ ഇത് ലൈവ് റെക്കോർഡ് ചെയ്യുമ്പോ എങ്ങനായിരുന്നു. ഒരു സുഖമാണ് അത് കേൾക്കാൻ. കാരണം ഇത്രയും ഇതുപോലെ വലിയ തിയേറ്ററാണ് മോളെ. അപ്പൊ ഈ ഗ്രൂപ്പ് എന്ന് പറയുന്ന മിനിമം ഒരു 10, 15, 20 പേരെങ്കിലും കാണാം. ഈസി ആയിട്ട് കാണാം. പിന്നെ ഓർക്കസ്ട്ര ഇതുപോലെ ഞാൻ സൈഡിൽ ഇങ്ങനെ ഇരുന്നിട്ട് ഈ സിംഗേഴ്സ് ആരാണോ പാടുന്നത്, ദാസേട്ടനും വാണിയമ്മയാണെങ്കിൽ അവിടെ നിന്ന് പാടും ആ തിയേറ്ററിൽ ബിഫോർ ദ ടേക്ക്. ഒരു 10 മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് 11 മണിയൊക്കെ ആകുമ്പോൾ ഇതെല്ലാം കഴിയും. അതൊന്ന് കേൾക്കണം. ആഹാ, അതാണ് അതിന്റെ സുഖം. ഓ മക്കളെ നന്നായിട്ട് പാടി. എനിക്ക് ആ കൊയ്യാൻ കൂടെ വാ എന്നുള്ളത് രണ്ടാമതൊരു സംഗതി, അത് കുറച്ചും കൂടെ ക്ലാരിറ്റി ആവാൻ തോന്നി. പിന്നെ ആ സംഗതി ഉണ്ടല്ലോ, ഏതാണ്? അത് കേട്ടില്ല. അത് കേട്ടതേ അല്ല, അത് മൈക്ക് എവിടെ വെച്ചേക്കായിരുന്നു മോളെ ആ സമയത്ത്, തലയ്ക്ക് പറയാലോ. അതൊന്ന് പാടിക്ക, അതും കൂടെ പാട്. ഞാൻ പൂത്തു നിൽക്കും മരിക്കും വരെ ക്ലാരിറ്റി, അത് ഏതൊക്കെ നോട്ട്സ് ആണ്, അത് പക്ക ആയിരിക്കണം. നല്ല ശബ്ദമാണ് ചക്കര നിന്റെ. ബ്യൂട്ടിഫുൾ ശബ്ദമാണ്. അത് ഒരു നമ്മൾ അതിലിങ്ങനെ ഞെട്ടിയിരിക്കുക. നീ എന്ത് പാടിയാലും നമുക്ക് അപ്പൊ ഓക്കെ ആവും. ഓൾ ദി ബെസ്റ്റ് മക്കളെ. താങ്ക് യു സർ. ഋതിക, എന്താ സർ? ഏറ്റവും നല്ല സാധനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഫീൽ ചെയ്തത് ഈ മെയിൻ വോക്കലും കോറസും എല്ലാം തമ്മിൽ നല്ലൊരു കോർഡിനേഷൻ ഉണ്ടായിരുന്നു. അത് ഇപ്പം മോളെ ബിഗിനിങ്ങിൽ ഒരു ഇച്ചിരി ടെൻഷൻ അടിച്ചെങ്കിലും കോറസ് ശരിയാക്കാൻ വേണ്ടി അത് വൃത്തിയായിട്ട് വന്നിട്ടുണ്ട്. അതിലൊന്നും ഒരു കുഴപ്പങ്ങളും ഉണ്ടായില്ല. ദാറ്റ് ഈസ് ഫൈൻ. ഇപ്പോൾ അതിൽ ഉണ്ടായിരുന്ന 2-3 കുഞ്ഞു കാര്യങ്ങൾ ശരത്തെണ്ണം പറഞ്ഞു, അതിലൊരെണ്ണം ഞാൻ നോട്ട് ചെയ്തതാണ്. അപ്പോൾ അത് ഇനി കൂടുതൽ അതിലോട്ട് പോകുന്നില്ല. ബട്ട് ആസ് എ ഹോൾ മോളെ വെരി എൻ്റർടൈൻ. താങ്ക് യു സർ. ഋതിക ഉഗ്രൻ സെലക്ഷൻ രസമായിട്ട് പാടി. ഞങ്ങളൊക്കെ അത്രയും എൻജോയ് ചെയ്തു. ഒരുപാട് വേരിയേഷൻസ് ഉള്ള ഇത്രയും പാടാനായിട്ട് എളുപ്പമല്ല എന്ന് തോന്നുന്നു. അപ്പം അത് നന്നായിട്ട് ഹാൻഡിൽ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിസ്സാര കാര്യമല്ല. വലിയൊരു ബിഗ് ഹാൻഡ്സ് കൊടുക്കണം. താങ്ക് യു മാം. ഓക്കെ, ഓൾ ദി ബെസ്റ്റ് മോളെ. താങ്ക് യു മാം. ഹൃദയ കുട്ടി, എന്താ സർ? എന്തായാലും നല്ല മനോഹരമായിട്ടുള്ള ശബ്ദം ഉണ്ടല്ലോ, എല്ലാം കവർ ചെയ്ത് പോകും. സോ വി ആർ ഗിവിംഗ് യു 98 out of 100. താങ്ക് യു സർ. ഋതിക കുട്ടി, എന്താ സർ? we are giving you a supreme. താങ്ക് യു. ആടി ഒരു കിരികിരപ്പൂക്കുട്ടി. കിളിക്കിളിയെ നീലാഞ്ചന പൈകിളിയെ Congratulations, you are awarded a supreme. താങ്ക് യു. ചെറുപീലി അരത്താലി പൂച്ചൂടി എന്നാ ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. ഒളികണ്ണാൽ സ്വരരാഗവേദിയിലേക്ക് നമ്മുടെ വയനാടിന്റെ പ്രിയപ്പെട്ട പാട്ടുകാരൻ മെബിൻ എത്തുന്നു. വെൽക്കം മെബിൻ ഓൺ സ്റ്റേജ്.
പുതിയാപ്പിളേ സുഖാണോ? പുതിയ പ്ലേയോ? ഉയ്യാപ്ല. പൊയ്യാപ്പിള ആണോടാ? ആ അങ്ങനെ വിളിക്കാം. ഡാൻസേഴ്സ് ഉണ്ടെന്ന് മനസ്സിലായി. ഉം. ഒരു ഇത്തിരി ഫാസ്റ്റ് നമ്പർ ആണെന്ന് മനസ്സിലായി. ഒരു മാപ്പിളപ്പാട്ടാണെന്ന് മനസ്സിലായി. ഇത്രയും മനസ്സിലായി. ആ. ബാക്കി പറ. ബാക്കി എന്തുവാണ് പാട്ട് കരയാനും പറയാനും മനം തുറന്നിരിക്കാനും എന്ന് പറഞ്ഞു. എനിക്ക് തോന്നുന്നു ഇത്